ഒരുവിധം ഞാൻ പറയും, ഞാൻ എവിടെ വേണമെങ്കിൽ ഞാൻ പറയും, എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അയ്യേ കരയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ വീണ്ടും ഞങ്ങള് ബിഗ് ബോസ് ചെയ്യണ പോലെ ഇങ്ങനെ കരയരുത്. പോട്ടെ പോട്ടെ പോട്ടെ, സന്തോഷം കൊണ്ടുള്ള കരച്ചില്ല അത്. എന്നെ ഏറ്റവും കൂടുതൽ അതിപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസും പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സും പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്, നിന്നെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി 100 ദിവസവും നിനക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ ചേച്ചിയാണ്. ജോലി വരെ മാറ്റി വെച്ചു. അത് കൂടാതെ പ്രഗ്നൻ്റ് ആയി അബോർഷൻ വരെ ഓടി നടന്നിട്ടാ അതുവരെ പോയി. അതാണ് പെട്ടെന്ന് സങ്കടം. കാരണം നമ്മൾ നെക്സ്റ്റ് ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവൾ അത്ര ഹാർഡ് വർക്ക് ചെയ്തു. ശരിക്കും മനുവിന്റെ ചേച്ചിയാണ് കേട്ടോ ഓരോ ഇങ്ങനെ ലക്ഷ്മി ഇപ്പം ലൈക്ക് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയുടെ തലേന്ന് വരെ വീഡിയോ കോർഡിനേറ്റ് ചെയ്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, ഒന്ന് കൊളാബും കൂടി ഇടുമോ എന്നൊക്കെ ചോദിച്ചു. അമ്മയ്ക്ക് വയ്യാണ്ടായി, അച്ഛന് വയ്യാണ്ടായി, പോട്ടെ. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചേട്ടച്ചനാണ്, അച്ഛന് എനിക്ക് ഈക്വലാണ് എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത്. പുള്ളി വരെ ചേച്ചി പറയുക ചേട്ടൻ കരയുന്നത് ചേച്ചിയുടെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന്. ചേട്ടൻ വരെ കരയുന്നത് ഞാൻ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചേട്ടൻ എന്താ പറയണ്ടേ, അവൾക്ക് ഇങ്ങനെ അബോർഷൻ ആയപ്പോൾ പോലും ചേട്ടൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അനു ബിഗ് ബോസിൽ വിഷമിക്കണ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് കരഞ്ഞു. അവസാനം ചേട്ടൻ TV ഓഫ് ചെയ്ത് വെച്ചു എന്ന് കാണണ്ടാന്ന്. ഇവളെന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്, എന്തിനാ കിടന്ന് കരയുന്നത്? കാരണം എല്ലാം കാണിക്കുന്നില്ലല്ലോ അതിനകത്ത്, കുറച്ച് ഭാഗം കട്ട് ചെയ്ത് പോകുള്ളൂ. എന്തിനാ? കാരണം അതിനകത്ത് ഉള്ളിൽ ഞാൻ കരയാൻ വേണ്ടി കരയുന്നതല്ല ചേച്ചി, അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് എപ്പോഴും. അത് എൻ്റെ ഒരു അവസ്ഥ. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കണമല്ല, ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ ഇനി വരുന്ന സീസണിൽ എൻ്റെ അവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്കും, പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും വരാൻ പാടില്ല. വന്നാലും കുറച്ചും കൂടെ നന്നായിട്ട് ബോൾഡായിട്ട് പിടിച്ചു നിൽക്കുക, അത്രയേ ഉള്ളൂ. കുറച്ചും കൂടെ നന്നായിട്ടൊന്നുമല്ല, അനു എക്സ്ട്രീം ആയിട്ട് ബോൾഡായിട്ട് തന്നെയാണ് പിടിച്ചത്. അതാണ് പറഞ്ഞത്. അത് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴും എല്ലാ കാര്യത്തിലും. ഒരു മോശം സിറ്റുവേഷൻ വന്നാൽ പോലും എനിക്ക് എൻ്റെ ലൈഫിൽ ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് മോശം സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ പോലും ദൈവം എൻ്റെ കൈ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അത് പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് എനിക്കുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്, കൂടെ തന്നെയുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ചേച്ചി വീഡിയോസ് ചോദിക്കുന്ന സമയത്തൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുടെ മടിയുണ്ടായിരുന്നു. പിന്നെ ഞാനത് അവരുടെ ഇഷ്ടമാണല്ലോ കൊടുക്കണോ വേണ്ടെന്നുള്ളത്. പോകുന്നതിന് മുന്നേക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവട്ടെ, ഫുൾ സപ്പോർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം എന്താ പറയുമോ, അവള് ജയിക്കോ തോക്കോ എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല, ഡൗട്ടാണ്. എല്ലാവരും വിചാരിച്ചു പോയിട്ട് വരട്ടെ, അനീഷ് ജയിക്കും എന്നുള്ള ഇതായിരുന്നു വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കൊടുക്കാത്ത ആർട്ടിസ്റ്റുകൾ വിളിച്ചപ്പോൾ ഞാൻ അത് കാണിച്ചില്ല. ആ ഒരു ഇത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്, കാരണം അവരുടെ ഇഷ്ടമാണ് അത് കൊടുക്കണോ വേണ്ടേന്നുള്ളത്. നാളെ തരാം എന്ന് പറഞ്ഞെങ്കിൽ മാറ്റി. അപ്പോൾ പിന്നെ ഞാൻ അതവിടെ കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പറയുന്ന പിന്നെ ഇനി എൻ്റെ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞു, അടുത്ത ബിഗ് ബോസ് വരാൻ പോവുകയാണ്. ഇനി ബിഗ് ബോസ് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, ആൾക്കാർ മറക്കും എന്നെ. മറക്കത്തില്ല, പുതിയ സീസൺ വരുമ്പോൾ കുറച്ചും കൂടെ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ആൾക്കാർ നമ്മളെ മറക്കത്തില്ല. അത് ഇനിയിപ്പോൾ ബിഗ് ബോസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആൾക്കാർ മറക്കത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇനി എൻ്റെ കരിയർ എന്താണെന്നുള്ളതായിരുന്നു ഇനി അടുത്ത്. പിന്നെ ആലോചിച്ചു ഞാൻ ഇനി ഓക്കെ കാശൊക്കെ ആയി, സ്ഥലമൊക്കെ മേടിച്ചു, സെറ്റിലായി, ഇനി ഒന്നും കൂടെ സെറ്റിൽ ആയാലോ എന്ന്. കാരണം ഫാമിലിയെ കാണും, കാരണം നമുക്ക് ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. കാരണം അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം മോള്, അതായത് ഇപ്പം അച്ഛന്റെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു ബിസിനസ് കരിപ്പെട്ടി കച്ചവടത്തിൽ നിന്നാണ് അനുവിനെ നിർത്തിച്ചു. ഇപ്പൊ മോള് ഏബിൾ ആണ്, എഫിഷ്യന്റ് ആണ്. സ്റ്റാർ മാജിക്കിൽ സമയത്തെ നിർത്തിച്ചു. ഇനി കാരണം ഒരു പ്രായമൊക്കെ ആയില്ലേ അവരപ്പോ, അതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല. മോളുണ്ടല്ലോ അവർക്ക് എന്ത്, അതുകൊണ്ട് എന്റെ 2 കുട്ടികളാണ് അവർ, അച്ഛനും അമ്മയും. അതെ അതെ, അവരെങ്ങനെ പൊന്നുപോലെ നോക്കി. അതിനുശേഷം ഇപ്പൊ എല്ലാം, അതായത് ലൈക്ക് ബാങ്ക് ബാലൻസ് ആയി, കാറായി, സ്ഥലം മേടിച്ചു, ഇപ്പൊ വീട് വെക്കാനുള്ള പ്ലാൻ. ഇനി അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം എന്തായാലും അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, എന്താണ്? കല്യാണം. അനു ആണെങ്കിൽ എപ്പോഴും പ്രേക്ഷകരുടെ അടുത്ത് ഏത് ഇനോഗ്രേഷനും പോലും പറയും അടുത്ത വർഷം, അടുത്ത മാസം, അടുത്ത ആഴ്ച എന്നൊക്കെ ഞാൻ കള്ളം പറയുന്നത്.
കല്യാണം എന്ന് പറയുന്നത് അത് ഒരു നിമിത്തമാണ് ഒന്നത്തെ കാര്യം എന്ന് ആ നിമിത്തം ഇപ്പൊ എവിടം വരെ അത് ഞാൻ അല്ല പറയട്ടെ നിമിത്തമാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോവാവൂ. കല്യാണത്തിനോട്ട് നമ്മൾ താല്പര്യം കാണിക്കാൻ പാടില്ല. ഇഷ്ടമാണ്. അല്ല എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ഇഷ്ടമുള്ളവർ. അപ്പൊ എന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സാധാരണ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷേ നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ ഇപ്പൊ ഐശ്വര്യയുടെ ആണെങ്കിലും ഇപ്പൊ ശ്രീവിദ്യയുടെ ആണെങ്കിലും ആ കല്യാണം ആ താലികെട്ടിൽ കഴിഞ്ഞ ഉടനെ അനു എന്നെ ഇങ്ങനെ നോക്കിട്ട് പറയും, ചേച്ചി ഇനി എന്നാ എന്റെ കല്യാണം ലിറ്ററലി ഐഷു കല്യാണം കഴിക്കണതിന്റെ ഒരു സന്തോഷം അനുവിനുണ്ട്. എന്റെ കയ്യിൽ ഇറുക്കി പിടിച്ചിട്ടാണ് ചേച്ചി എനിക്ക് എന്നാ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുക, അത്രയും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. അതെ, കാരണം എന്തുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു ഫാമിലി വേണമെന്ന് ആഗ്രഹം എന്ന് വെച്ചാൽ അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു ഇത് കണ്ടിട്ടാണ് എനിക്ക് വേണം. ബോണ്ട് കണ്ടിട്ട്, പിന്നെ അവിടെ ഒരു കെമിസ്ട്രി അതൊക്കെ കണ്ടിട്ട്, പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടൻ്റെയും കണ്ടിട്ട്, അപ്പോൾ ഇവർ രണ്ടിനെയും കണ്ടാണല്ലോ ഞാൻ വളരുന്നത്. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്കും തോന്നും എനിക്കൊരു ലൈഫ്, അതായത് ഇനി അടുത്തൊരു ഒരു ലൈഫ് വേണം, ഒരു ഫാമിലി ആകണം. ഗുഡ് ന്യൂസ് അധികം വൈകാണ്ട് കേൾക്കാം. ഓക്കെ, കഴിഞ്ഞ ബിഗ് ബോസ് ടോപ്പ് വിന്നർ ആയിരുന്നു മിസ് അനുമോൾ. ശരിക്കും കഴിഞ്ഞ ബിഗ് ബോസിൽ അതായത് ഒരു വിന്നർ ആവേണ്ട വ്യക്തി തന്നെയായിരുന്നു അനുമോൾ. നിങ്ങൾ ആ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ കറക്റ്റായിട്ട് ഗെയിം കളിച്ച് പോയൊരു വ്യക്തി എന്ന് പറഞ്ഞത് അനീഷാണ്. സോ PR വർക്കും കാര്യങ്ങളും നമുക്കറിയാം. വിനുമോൻ എന്ന് പറയുന്ന ഒരു PR-നെ വെച്ചിട്ട് പണം നല്ലപോലെ വാരി എറിഞ്ഞിട്ടാണ് അനുമോൾ ബിഗ് ബോസ് വിന്നറായത്. ബേസിക്കലി ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേയൊക്കെ അനുമോൾ എന്ന വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം സ്റ്റാർ മാജിക്കിലൊക്കെ വെച്ച് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു കൊച്ച്, നല്ല എന്താ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാൽ പോലും അപ്പോഴേ പൊട്ടിക്കരയുന്ന ഒരു കൊച്ച്. ഓക്കെ, അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ബിഗ് ബോസ് പോലൊരു ഗെയിമിൽ അത് ജയിക്കണം, അതിന് എന്ത് തന്ത്രം നമ്മൾ പറ്റണം. പക്ഷേ ആ ഒരു ഗെയിം കളിക്കേണ്ടത് ആ ഷോയ്ക്ക് അകത്തായിരുന്നു. പക്ഷെ അനുമോൾ ചെയ്തത് പുറത്ത് പണം വാരി എറിഞ്ഞ് PR-നെ വെച്ചിട്ട് നല്ലൊരു ഗെയിം കളിച്ചിട്ടാണ് വിന്നർ ആയതെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും അതിൽ വിന്നർ ആവേണ്ടിരുന്ന വ്യക്തി അനീഷ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ അനുമോൾ പറയുന്നുണ്ട്, അനുമോളുടെ ചേച്ചി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു. അനുമോൾ അതിനകത്ത് ബിഗ് ബോസ് ഹൗസിലായിരുന്ന സമയത്ത് പുറത്ത് എങ്ങനെങ്കിലും ഒരു വിന്നറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലായിരുന്നു ചേച്ചി. സോ ആ തത്രപ്പാടിനിടയ്ക്ക് ചേച്ചി അബോഷനായി പോയി എന്ന് വരെ അനുമോൾ പറയുന്നുണ്ട്. ശരിക്കും ബിഗ് ബോസിൽ വിന്നറായാലും നിങ്ങൾക്കറിയാം, ഒരു 50 ലക്ഷം രൂപയും പിന്നെ ഒരു കാറും ഒക്കെയാണ് കിട്ടുന്നത്. ഒരു 50 ലക്ഷമൊക്കെ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പകുതി സെറ്റായി തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ആ പണം എന്തിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു സേവിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി തന്നെ ഈ ലക്ഷ്മി നക്ഷത്രയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഇപ്പം അത്യാവശ്യം സെറ്റായി. ഓക്കെ, അത്യാവശ്യം നല്ല സെറ്റായി. ഇതേ വീട് വെക്കുന്നു, വസ്തു മേടിച്ചു, കാറ് മേടിച്ചു, ഇനിയൊരു വിവാഹം കഴിക്കണം. കാരണം ലൈഫ് ഒരു ശരാശരി ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വീടായിരിക്കും. അത് കഴിഞ്ഞ് ഒരു കാറ്, ഒരു വിവാഹം, പിന്നെ ജീവിതം അങ്ങ് പോകുന്നു. ഓക്കെ, കുറച്ച് സേവിങ്സ്, അതെല്ലാം പുള്ളിക്കാരിക്ക് പോയി. ഇതെല്ലാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അപ്പോൾ ചേച്ചി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അതിന് ഇങ്ങനെ കിടന്ന് കരഞ്ഞ് പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെന്നുള്ളത് എൻ്റെ ജസ്റ്റ് ഒരു ചിന്ത മാത്രമാണ്. നമുക്കറിയാം അബോർഷനൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമവും കാര്യങ്ങളൊക്കെ ആവും എന്ന് എനിക്കറിയാം. പക്ഷെ അതുവരെ കളഞ്ഞിട്ട്, അതായത് ആ വയറ്റിലുള്ള കുഞ്ഞിനെ വരെ മറന്നിട്ട് ഇത്രയ്ക്കും ഹാർഡ് വർക്ക് അനുമോക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസിന്റെ കപ്പ് പ്രതീക്ഷിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അതിനിങ്ങനെ കരഞ്ഞു മെഴുകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടോ എനിക്കറിയാൻ പാടില്ല. എന്നിരുന്നാലും അനുമോൾ എന്ന വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അനുമോൾ എന്ന വ്യക്തി ബിഗ് ബോസിൽ ശരിക്കും ഒരു വിന്നർ ആയിരുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർ മാജിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു അനുമോൾ. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം ഹെഡ് വെയിറ്റും കാര്യങ്ങളും ഒക്കെ ആയി. അത് മാത്രമല്ല, മെയിൻ PR വർക്കാണ്. കാരണം നമ്മൾ ഈ വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ശരിക്കും മണ്ടന്മാരായി പോകുന്നതും മണ്ടികളായി പോകുന്നതുമായിട്ടുള്ള രീതി. നമുക്ക് അതിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഗെയിം കളിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന പോലും. സോ അത്രയ്ക്കും കഷ്ടപ്പെട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ മണ്ടരായി പോകുന്ന ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വന്നാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.